നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇസ്രായേലിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 3 യുവാക്കളിൽ നിന്നും പണം തട്ടിയതായി പരാതി. നിരവധി പേർ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ചതിയിൽ കുടുങ്ങിയതായും സംശയം. സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. പ്രസ്താവന സ്വകാര്യ ബസ്സുകളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നതാണെന്നും അസോസിയേഷൻ. കാസർകോട്ട് 16-കാരിയെ ആക്രമിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം പൊക്കി പോലീസ്. നെക്രാജെ നെല്ലിക്കട്ട ലക്ഷം വീട് കോളനിയിലെ PM നവാസാണ് അറസ്റ്റിലായത്. കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കാസർകോട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കാസർകോട് പട്ലയിൽ വോളിബോൾ ആരവങ്ങൾ ഉയരുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. പട്ല കൂട്ടായ്മയുടെ SA അബ്ദുള്ള മെമ്മോറിയൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 28-ന്. മല്ലികാർജുന ക്ഷേത്രത്തിൽ നടന്ന കോടി പഞ്ചാക്ഷരി ജപയജ്ഞവും ശ്രീചക്രപൂജയും കാസർഗോഡിനെ ഭക്തിസാന്ദ്രമാക്കി. ഒഴുകിയെത്തിയത് ഭക്തസഹസ്രങ്ങൾ. വാർത്തകൾ വിശദമായി. ഇസ്രായേലിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 3 യുവാക്കളിൽ നിന്നും പണം തട്ടിയതായി പരാതി. 60,000 രൂപ വീതം വാങ്ങി പറ്റിച്ചതായാണ് യുവാക്കളുടെ പരാതി. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായും തങ്ങളെ കൂടാതെ നിരവധി പേർ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ചതിയിൽ കുടുങ്ങിയതായി സംശയിക്കുന്നതായും യുവാക്കൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. മംഗളൂരു, ഉടുപ്പി, മുടിപ്പു, മൂടബിദ്രി സ്വദേശികളായ ശാവൻ ഷെട്ടി, അരുൺ പ്രകാശ് വാസ്, രോഹിത് കുമാർ എന്നിവരാണ് തട്ടിപ്പിനിരയായ വിവരം വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചത്. ഇസ്രായേലിലെ ഒരു കമ്പനിയുടെ ഫാം ഹൗസിലെ ജോലിക്കായുള്ള വിസയ്ക്കായി മംഗളൂരുവിലെ 2 ഏജന്റുമാർ വഴിയാണ് പണം നൽകിയതെന്ന് ശാവൻ ഷെട്ടിയും രോഹിത് കുമാറും പറഞ്ഞു. എറണാകുളം കടവന്ത്രയിലെ ഒരു ഏജൻസി സ്ഥാപനത്തിലേക്ക് തങ്ങളെ എത്തിച്ച് ഇന്റർവ്യൂ നടത്തുകയും എഗ്രിമെന്റ് ഒപ്പ് ഇടിവിക്കുകയും 60,000 രൂപ വീതം വാങ്ങുകയും ചെയ്തു. ഓഫർ ലെറ്റർ ലഭിച്ചതിനെ തുടർന്ന് ഒരാൾ മുഖേന അന്വേഷിച്ചപ്പോൾ ഇസ്രായേലിൽ അങ്ങനെയൊരു കമ്പനി തന്നെ പ്രവർത്തിക്കുന്നില്ലെന്നും തട്ടിപ്പാണെന്നും മനസ്സിലായി. തൻ്റെ കയ്യിൽ നിന്നും ഇതേ രീതിയിൽ പണം വാങ്ങിയിരുന്നുവെന്നും എന്നാൽ ഓഫർ ലെറ്റർ കിട്ടിയിരുന്നില്ലെന്നും അരുൺ പ്രകാശ് വാസ് പറഞ്ഞു. ನಮಗೆ ರೋಷನ್ ಮತ್ತು ಇಜಾಕ್ ಅಂತ ಇಬ್ಬರು ಏಜೆಂಟ್ ಇದ್ದಾರೆ ಮಂಗಳೂರಲ್ಲಿ. ಅವರು ಹೇಳಿದರು ಇದು ಇಸ್ರೇಲ್ಗೆ ವಿಸಾ ಉಂಟಂತ ಹೇಳಿದರು. ನಾವು ಅಲ್ಲಿಂದ ಸ್ಪೈಸ್ ಇಂಟರ್ನ್ಯಾಷನಲ್ ಅಂತ ಎರ್ನಾಕುಳಂ ಕಡವಂತರ ಅಲ್ಲಿಗೆ ಹೋದದ್ದು. ಅಲ್ಲಿ ಹೋಗಿ ನಮ್ಮದು ಪಾಸ್ಪೋರ್ಟ್ ಕಾಪಿ ಎಲ್ಲ ಡೀಟೇಲ್ ಎಲ್ಲ ಕೊಟ್ಟದಲ್ಲಿ ವಿಸಾಕ್ಕೆ ಒರಿಜಿನಲ್ ಮತ್ತು ಆಧಾರ್ ಕಾರ್ಡ್, ಪಾನ್ ಕಾರ್ಡ್, ವೋಟರ್ ID ಎಲ್ಲ ತಗೊಂಡ್ರು. ಅವರು ಪಾಸ್ಪೋರ್ಟ್ ತಗೊಂಡ್ರು. ಮತ್ತು ಅವರು ಹೇಳಿದರು ನಿಮಗೆ ಇದು ಎಗ್ರಿಮೆಂಟ್ ಕಾಪಿ ಬಂದಿದೆ, 40 ದಿವಸ ಒಳಗೆ ಮಾಡಿಕೊಡ್ತೇನೆ ಅಂತ ಹೇಳಿದರು. ಅವರು ಪಾಸ್ಪೋರ್ಟ್ ಎಲ್ಲ ತಗೊಂಡ್ರು. ಮತ್ತು ನಾವು ಇದು ಕೊಟ್ಟರೆ ಎಲ್ಲ ಅದಕ್ಕೆ ವಿಸಾ ಬಂದಿದ್ದು ಎಗ್ರಿಮೆಂಟ್ ಬಂತು, ಸೈನ್ ಮಾಡಿ ಅಂತ ಹೇಳಿದರು. ಸೈನ್ ಮಾಡಿದೆ. ಅದಕ್ಕೆ ಸೈನ್ ಮಾಡಿದ 60,000 ಕಟ್ಟಬೇಕಂತ ಹೇಳಿದರು. 60,000 ಕಟ್ಟಿದರೆ ಮಾತ್ರ ನಿಮಗೆ ಪಾಸ್ಪೋರ್ಟ್ ಎಲ್ಲ ಕೊಡೋದು, ವಿಸಾ ಬರ್ತದೆ 40 ದಿವಸ ಒಳಗೆ ಅಂತ ಹೇಳಿದರು. ನಾವು 60,000 ಕಟ್ಟಿ ಬಂದದ್ದು. ಆದ ನಂತರ ಮತ್ತೆ ನಮಗೆ ಪಾಸ್ಪೋರ್ಟು ಒರಿಜಿನಲ್ ಡಾಕ್ಯುಮೆಂಟ್ ರಿಟರ್ನ್ ಕೊಟ್ಟರು ಅವರು. ಮತ್ತು 40 ದಿವಸ ಬರ್ತದೆ, ನಾಳೆ ಬರ್ತದೆ, ನಾಡಿದ್ದು ಬರ್ತದೆ ಅಂತ ಹೇಳಿದರು. ಏನು ಮಾಡಲಿಲ್ಲ, 60,000 ಕೊಡಲೇ ಇಲ್ಲ. ಫೋನ್ ಮಾಡಿದರೆ ಫೋನ್ ಕೂಡ ತೆಗೆಯೋದಿಲ್ಲ. ತುಂಬ ಜನಕ್ಕೆ ಅಲ್ಲಿ ಈ ಥರ ಏಮಾರಿಸಿದ್ದಾರೆ ಅವರು. തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെ ഷോൺ ഷെട്ടി ഉടുപ്പി ശിരുവ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ക്രൈമായി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. തങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ ഒരുപാട് പേർ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ചതിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും യുവാക്കൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. മന്ത്രിയുടെ പ്രസ്താവന സ്വകാര്യ ബസ്സുകളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർഷത്തിൽ 0.05% മാത്രമാണെന്നും അതേസമയം കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള അപകടത്തോത് 29% അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. റോഡിൻ്റെ അപര്യാപ്തതയാണ് അപകടങ്ങൾക്ക് മുഖ്യ കാരണമാകുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഏറെ ത്യാഗങ്ങൾ സഹിച്ച് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന വളരെ നിരുത്തരവാദപരമാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. ഗതാഗത മന്ത്രി
കേരളത്തിലെ സൈക്കിൾ മുതൽ ബസ് വരെയുള്ള എല്ലാ വാഹനങ്ങളുടെ മന്ത്രിയാണ് ഗതാഗത മന്ത്രി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ താഴെ നിൽക്കുന്ന KSRTCയെ പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അത് ഇവർക്ക് ബാധകമില്ല. ഈ പ്രശ്നം അവർക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. RTA ബോർഡ് തീരുമാനിച്ച പെർമിറ്റ് RTA സെക്രട്ടറി ടൈമിങ്സ് നടത്തി ഉടമയ്ക്ക് നൽകും. ഇതാണ് നിയമം. പക്ഷേ ഇന്ന് മന്ത്രി പറയുന്നു അതിനെ സസ്പെൻഡ് ചെയ്യും. ഈ ബോർഡിൻ്റെ പുറത്ത് പിന്നെ വരുന്ന കോടതിയുടെ തീരുമാനമാണ്. അപ്പോൾ ധാർഷ്ട്യമായ രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകളുടെ അങ്ങേയറ്റ കൊലപാതകികളെ പോലെയാണ് സ്വകാര്യ ബസ്സുകളോട് പെരുമാറുന്നത്. അപ്പോൾ ഈ 7000 ബസ്സിനെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്ന പ്രസ്താവന എന്ന് നമുക്ക് തോന്നുന്നു. ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ്, സെക്രട്ടറി T. ലക്ഷ്മണൻ, സെൻട്രൽ കമ്മിറ്റി അംഗം CA മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ രാജേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ ശങ്കര നായിക്, PV പത്മനാഭൻ, വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് കുഞ്ഞി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ ആഘോഷ പരിപാടികൾ ഒരുക്കി ക്രിസ്തുമസ് അവധിക്കായി സ്കൂളുകൾ അടച്ചു. പുൽക്കൂടൊരുക്കിയും ക്രിസ്തുമസ് കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ കൈമാറിയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് വിദ്യാലയങ്ങൾ 10 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചത്. ക്രിസ്തുമസ് ആഘോഷഭാഗമായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 17 അംഗൻവാടി കുരുന്നുകളെ പങ്കെടുപ്പിച്ച് ജിംഗിൾ ബെൽസ് കലാപരിപാടി ഒരുക്കി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അംഗനവാടികളിലെ കുട്ടികളും വിവിധ പരിപാടികൾ വേദിയിൽ അവതരിപ്പിച്ചു. കരോൾ ഗാനങ്ങളും രക്ഷകന്റെ പിറവി ദൃശ്യാവിഷ്കാരവും അരങ്ങിലെത്തി. വളരെ സന്തോഷത്തിനാണല്ലോ. എന്നതാ കാരണം? അതോ ക്രിസ്മസ് ആയില്ലേ വല്യമ്മച്ചി? നക്ഷത്രങ്ങൾ തൂക്കണം, ക്രിസ്മസ് ട്രീ, പുൽക്കൂട് എന്നതെല്ലാം ആഘോഷങ്ങളാണ് ഈ വരാൻ പോകുന്നത്. വിവിധ ക്ലാസുകളിലെ കുട്ടികളുടെ നൃത്തങ്ങൾക്ക് പുറമെ 100-ൽ പരം വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച മെഗാ നൃത്തവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. അംഗൻവാടി കുട്ടികൾക്ക് തൊപ്പികളും പുസ്തകങ്ങളും സമ്മാനങ്ങളും സ്കൂൾ അധികൃതർ നൽകി. ക്രിസ്തുമസ് ആഘോഷം ഗ്രാമപഞ്ചായത്ത് അംഗം E. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് MV ഫൈസൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, ജാസ്മിൻ തോമസ്, K. സുൽഫാനത്ത്, KV മുരളി എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മാതാവിനൊപ്പം പാൽ വാങ്ങിക്കാനെത്തിയ 16-കാരിയെ ആക്രമിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം പൊക്കി പോലീസ്. നെക്രാജെ നെല്ലിക്കട്ട ലക്ഷം വീട് കോളനിയിലെ PM നവാസിനെയാണ് കാസർഗോഡ് വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാതാവിനൊപ്പം പാൽ വാങ്ങിക്കുവാനെത്തിയ 16-കാരിയെ ആക്രമിച്ച സംഭവത്തിൽ യുവാവിനെ പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തു. നെക്രാജെ നെല്ലിക്കട്ട ലക്ഷം വീട് കോളനിയിലെ PM നവാസിനെയാണ് കാസർഗോഡ് വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പെൺകുട്ടി പരാതി നൽകിയതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ കാസർഗോഡ് സബ് ജയിലിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ചില്ല് കല്ലുകൊണ്ട് തകർത്ത ശേഷം അകത്തുണ്ടായിരുന്ന ബാഗും ഫോണും മോഷ്ടിച്ചതും നവാസാണെന്ന് പോലീസ് പറഞ്ഞു. സബ് ജയിലിന് സമീപത്തെ K. സുകുമാരൻ്റെ കാറിൻ്റെ ചില്ലാണ് തകർത്തത്. ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് പെൺകുട്ടിക്ക് നേരെയുണ്ടായ അതിക്രമക്കേസിൽ നവാസ് അറസ്റ്റിലായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സഹകരണ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
സഹകരണ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക, പെൻഷൻകാർക്ക് DA അനുവദിക്കുക, മിനിമം പെൻഷൻ്റെയും പരമാവധി പെൻഷൻ്റെയും പരിധി വർദ്ധിപ്പിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിനു ശേഷം കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വികസനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ആ വികസനങ്ങളുടെ പിന്നിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, അവരുടെ എല്ലാം അധ്വാനമുണ്ട്. അതിനെല്ലാം ഉപരി ഈ അതാത് കാലത്തെ സർക്കാർ ജീവനക്കാരുടെ സഹകരണം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടായിട്ടുള്ളത് എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അപ്പം അങ്ങനെയുള്ള സർക്കാർ ജീവനക്കാർ ഇങ്ങനെ സർവീസിൽ നിന്ന് പിരിഞ്ഞാൽ അവരെ ഇങ്ങനെ വിസ്മൃത കോടിയിൽ തള്ളുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ജില്ലാ പ്രസിഡന്റ് V. മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA K. കുഞ്ഞിരാമൻ, സഹകാർ ഭാരതി അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. കരുണാകരൻ നമ്പ്യാർ, KCEU ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ, KCEF ജില്ലാ പ്രസിഡന്റ് PK വിനോദ് കുമാർ, KCSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ഭാസ്കരൻ, ജില്ലാ സെക്രട്ടറി M. വിജയൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M. കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പട്ലയിൽ വോളിബോൾ ആരവങ്ങൾ ഉയരുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. പട്ല കൂട്ടായ്മയുടെ SA അബ്ദുള്ള മെമ്മോറിയൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഡിസംബർ 28 ശനിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ നടക്കും. ആവേശം വാനോളം ഉയർത്തി കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രബല ടീമുകൾ മത്സരത്തിനായി കളത്തിലിറങ്ങും. ടൂർണമെന്റിനായി വൻ പവലിയനാണ് ഒരുങ്ങുന്നതെന്നും ഏവർക്കും തികച്ചും സൗജന്യമായി മത്സരങ്ങൾ വീക്ഷിക്കുവാനുള്ള സൗകര്യമുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. പട്ല കൂട്ടായ്മയുടെ SA അബ്ദുള്ള മെമ്മോറിയൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 28 ശനിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ നടക്കും. സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി അഷ്റഫ് കുമ്പള, രക്ഷാധികാരികളായ അസ്ലം പട്ല, മജീദ് MA, ഹാരിസ് MK, ചെയർമാൻ പാറ ഷാഫി, കൺവീനർ ഹനീഫ കോയപ്പാടി, ട്രഷറർ SA അബ്ദുൽ റഹ്മാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ടൂർണമെന്റിനായി വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മിന്നും താരങ്ങളായ ഷൗനീസ് പട്ലയെയും നിയാസ് അഹമ്മദ് അങ്കടിമുഗറിനെയും പട്ലയിലെ പഴയകാല വോളിബോൾ കളിക്കാരെയും ചടങ്ങിൽ ആദരിക്കും. ടൂർണമെന്റിനായി വൻ പവലിയനാണ് ഒരുങ്ങുന്നതെന്നും ഏവർക്കും തികച്ചും സൗജന്യമായി മത്സരങ്ങൾ വീക്ഷിക്കുവാനുള്ള സൗകര്യമുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. 40-50 വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വോളിബോൾ കേന്ദ്രമായിരുന്നു ഞങ്ങളുടെ പട്ല. അക്കാലത്ത് ജില്ലയിലെ തന്നെ പ്രമുഖ ടൂർണമെൻറ്റുകളിൽ വിജയിക്കുകയും കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ കളിക്കാരെ വാർത്തെടുക്കാനൊക്കെ ഞങ്ങളുടെ നാടിന് സാധിച്ചിരുന്നു. അക്കാലത്ത് കളിച്ചിരുന്ന മർഹൂം SA അബ്ദുള്ള സാഹിബിൻ്റെ സ്മരണാർത്ഥം ഡിസംബർ 28 ഇന്ത്യയിലെ തന്നെ പ്രമുഖ വോളിബോൾ കളിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വോളിബോൾ ടൂർണമെൻറ്റ്, വോളിബോൾ ഫെസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഡിസംബർ 28 ശനിയാഴ്ചയാണ്. ബഹുമാന്യനായ കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടാതെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ MLAമാർ കൂടാതെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ പരിപാടി കൃത്യം 7 മണിക്ക് ആരംഭിക്കുകയും ആ പരിപാടിയിൽ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അഭിമാനമായി മാറിയ അബ്ദുള്ള ഷൗനീസ് പട്ലക്കും അതുപോലെ തന്നെ അഹമ്മദ് നിയാസ് അങ്കടിമോറിനെയും പ്രസ്തുത ചടങ്ങിൽ ആദരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരമാണ് പട്ലയിൽ ഞങ്ങൾ ഒരുക്കാൻ പോകുന്നത്. തികച്ചും സൗജന്യമായ രീതിയിൽ ഗാലറിയോടുകൂടിയുള്ള നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലും അയൽ ജില്ലകളിലെ എല്ലാവരും വന്നുകൊണ്ട് ഞങ്ങളുടെ ഈ വോളിബോൾ ടൂർണമെൻറ്റിനെ വിജയിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാലത്ത് വൈകുന്നേരങ്ങളിൽ പട്ലയിലെ തട്ടകങ്ങളിൽ നിറഞ്ഞ വോളിബോൾ ആരവങ്ങൾ വീണ്ടുമെത്തുമ്പോൾ നാടാകെ ആഹ്ലാദ തിമിർപ്പിലാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രമുഖ ടീമുകൾ കൊമ്പുകോർക്കുന്ന വോളിബോൾ ടൂർണമെന്റ് കാസർഗോഡിന് തന്നെ വലിയൊരു ആവേശ കാഴ്ചയാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി കൊടിമര പതാക ജാഥകൾ നടന്നു. തെക്കൻ അതിരായ ഉടുമ്പുന്തലയിൽ നിന്നാരംഭിച്ച കൊടിമര ജാഥയും തങ്കയത്ത് നിന്നു തുടങ്ങിയ പതാക ജാഥയും തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. 10 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളന നഗരിയിലേക്കുള്ള പതാക കൊടിമര ജാഥയ്ക്ക് ടൗണിൽ ഗംഭീര വരവേൽപ്പാണ് നൽകിയത്. മെഗാ ദഫ് സംഘത്തിന്റെ ആരവത്തോടെ ഉടുമ്പുന്തലയിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയും തങ്കയത്തിൽ നിന്നും തുടങ്ങിയ പതാക ജാഥയും നിരവധി വാഹനങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് സമ്മേളന നഗരിയിൽ എത്തിയത്. കൊടിമര ജാഥ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയും പതാക ജാഥ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീറും ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് പതാകയും കൊടിമരവും യൂത്ത് ലീഗ് ഭാരവാഹികളായ AGC ഷംഷാദ്, മെഹബൂബ് IT, VPP ഷുഹൈബ്, സിറാജ് വടക്കുംപാട്, ഫായിസ് ബീരിച്ചേരി, അസറുദ്ദീൻ മണിയനൊടി, ജാബിർ തങ്കയം, NKP ഹാഫിസ്, മർസൂഖ് ബീരിച്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മല്ലികാർജുന ക്ഷേത്രത്തിൽ നടന്ന കോടി പഞ്ചാക്ഷരി ജപയജ്ഞവും ശ്രീചക്ര പൂജയും കാസർഗോഡിനെ ഭക്തിസാന്ദ്രമാക്കി. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ഭക്തസഹസ്രങ്ങളാണ് യജ്ഞചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തിയത്. സനാതന വിശ്വാസികളുടെ ഉന്നതിക്കായി ലോക ജനതയ്ക്ക് ഭക്തി നിർവൃതിയേകിയാണ് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ കോടി പഞ്ചാക്ഷരി ജപയജ്ഞവും ശ്രീചക്ര പൂജയും നടന്നത്. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടന്ന ഈ യജ്ഞ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ഭക്തസഹസ്രങ്ങളാണ് ഒഴുകിയെത്തിയത്. 4 ദിവസവും ഉച്ചവരെ ശിവപഞ്ചാക്ഷരി ജപയജ്ഞവും ബുധനാഴ്ച ശ്രീചക്ര പൂജയും വ്യാഴാഴ്ച ശ്രീരുദ്ര ഹോമവും നടന്നു. സമാപന ദിവസം വൈകുന്നേരം നടന്ന ഭക്തിഗാന സന്ധ്യ ഭക്തർക്ക് മികച്ച സംഗീതാനുഭവമാണ് പകർന്നത്. ശബരിമല ഹരിവരാസനം അവാർഡ് ജേതാവ് കലൈ മാമണി ആൻ വീരമണി രാജു, ഭക്തിഗാന ഗന്ധർവ അഭിഷേക് രാജു ചെന്നൈ എന്നിവരുടെ സ്വര മാധുരിയിൽ ആസ്വാദകർ അലിഞ്ഞുചേർന്നു. ഇത്തരത്തിൽ വിവിധ വൈദിക ധാർമ്മിക പരിപാടികളോടുകൂടി നടന്ന മഹായജ്ഞം 4 ദിവസങ്ങളിലായി കാസർഗോഡിന് ഭക്തിയുടെ നിറവേകിയാണ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലാദ്യമായി എത്തിയ ദേശീയ സബ് ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിനെ വരവേൽക്കാൻ തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഡിസംബർ 22 മുതൽ 26 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 23 സംസ്ഥാനങ്ങളിൽ നിന്നായി പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ടീമുകൾ പങ്കെടുക്കും. സെപക് താക്രോ എന്ന കായിക ഇനത്തിന് ഏറെ വളക്കൂറുള്ള തൃക്കരിപ്പൂരിൽ നിന്നും ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതാദ്യമായി എത്തിയ ദേശീയ ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് കളിക്കളമൊരുക്കിയിട്ടുള്ളത്. 600 കളിക്കാരും 100-ൽ പരം ഒഫീഷ്യൽസും ഉൾപ്പെടെ 700 പേർ 27ാമത് ദേശീയ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിനെത്തും. സെപക് താക്രോ ഫെഡറേഷൻ അംഗീകാരത്തിൽ സംസ്ഥാന അസോസിയേഷൻ, തൃക്കരിപ്പൂർ, സഹൃദയ, കാസർഗോഡ് ജില്ലാ സെപക് താക്രോ അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സബ് ജൂനിയർ ദേശീയ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങളായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 22 വൈകുന്നേരം 4 മണിക്ക് M രാജഗോപാലൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. 22 രാവിലെ 8 മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. രാവിലെ 10 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെയുമാണ് മത്സരങ്ങൾ നടക്കുക. മാറ്റ് ഉപയോഗിച്ചുള്ള 6 കോർട്ടുകളിൽ ഒരേ സമയമായിരിക്കും മത്സരങ്ങൾ നടക്കുക. 26 രാവിലെ 10 മണിക്ക് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും.
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ടീമുകൾക്ക് തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AUP സ്കൂളിലും തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ VK ബാവ, വർക്കിംഗ് ചെയർമാൻ C സുനിൽകുമാർ, ജനറൽ കൺവീനർ ഡോക്ടർ VPP മുസ്തഫ, ഓർഗനൈസിംഗ് സെക്രട്ടറി KV ബാബു, റഫറീസ് ബോർഡ് ചെയർമാൻ K മധുസൂദനൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VPU മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗം M രജീഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് കൊറഗ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട സംഗമം നടത്തി. മഞ്ചേശ്വരം കലാസ്പർശ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ 350 കൊറഗ അയൽക്കൂട്ടാംഗങ്ങൾ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് കൊറഗ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിലുള്ള അയൽക്കൂട്ട സംഗമം മഞ്ചേശ്വരം കലാസ്പർശ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയിൽ 350 കൊറഗ അയൽക്കൂട്ടാംഗങ്ങൾ പങ്കെടുത്തു. അയൽക്കൂട്ട സംഗമവും ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനവും ജില്ലാ കളക്ടർ K ഇമ്പശേഖർ നിർവഹിച്ചു. ഈ ലാൻഡ് ആണ് നമുക്ക് ആളുകൾക്കെല്ലാം വീട് കിട്ടുന്നില്ല, ലൈഫ് മിഷൻ വീട് കിട്ടുന്നില്ല, കാരണം നമുക്ക് കൈവശ രേഖകളൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും, നിങ്ങൾ ഓരോ ആളും അതിന് ഒരു നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പദ്ധതി വിജയകരമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് അയൽക്കൂട്ട സംഗമത്തിൽ. അപ്പോൾ നിങ്ങളെല്ലാം വിവിധ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലാണ് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ കുടുംബശ്രീയുടെ ഒരു മാതൃകപരമായിട്ടുള്ള പ്രവർത്തനത്തിന് നല്ല രീതിയിലുള്ള പങ്കെടുക്കുമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ ADMC കിഷോർ കുമാർ എന്നിവർ പങ്കെടുത്തു. കൊറഗ അയൽക്കൂട്ടാംഗങ്ങളായ വയോജനങ്ങൾക്ക് ആദരവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. മഞ്ചേശ്വരം CDS ചെയർപേഴ്സൺ ജയശ്രീ സ്വാഗതവും കൊറഗ സ്പെഷ്യൽ പ്രൊജക്ട് അസിസ്റ്റന്റ് കോർഡിനേറ്റർ S യദുരാജ് നന്ദിയും പറഞ്ഞു. അബ്ദുല്ലഹിമാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റിവൽ സീസൺ 2 ശനിയാഴ്ച തുടക്കമാകും. ഒരാഴ്ചക്കാലം നടക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധ സ്റ്റാളുകളും വിനോദ പാർക്കുകളും സ്റ്റേജ് ഷോകളും ഒപ്പം സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും. സംരംഭകരുടെ കൂട്ടായ്മയായ മുള്ളേരിയ ബിസിനസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഒരാഴ്ചക്കാലം മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റിവൽ സീസൺ 2 സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ മലയോര പഞ്ചായത്തുകളുടെ വ്യാപാര മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മുള്ളേരിയ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വീരേന്ദ്ര നഗറിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ട്രേഡ് ഫെസ്റ്റിവലിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ, മികച്ച കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോ, രുചികരമായ ഭക്ഷണ സ്റ്റാളുകൾ, വിവിധ ഷോപ്പിംഗ് സ്റ്റാളുകൾ, കാർഷിക യന്ത്രമേള, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിനോദ പാർക്കുകൾ എന്നിവയുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. ചെറിയ കുഞ്ഞു സ്റ്റാളുകൾ മുതൽ വലിയ പുത്തൻ ആശയങ്ങളുമായി വരുന്ന പുത്തൻ വ്യവസായികൾക്ക് അവരുടെ വ്യവസായങ്ങൾ സമൂഹത്തിന്, പൊതുജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഈ ഫെസ്റ്റ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫെസ്റ്റിലോട്ടെത്തുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വിനോദമായാലും എല്ലാം സംയോജിച്ച് ഉണ്ട്. അതായത് സ്റ്റേജ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, ഫുഡ് മുതലായ എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തിയാണ് ഈ ഫെസ്റ്റ് ഈ വർഷം 7 ദിവസത്തെ ഒരു പ്രോഗ്രാമായി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളത്. ഫെസ്റ്റിൻ്റെ ആദ്യ ദിനം അത് നമ്മുടെ ബഹുമാന്യനായ ശ്രീ കാസർഗോഡ് MLA ശ്രീ NA നെല്ലിക്കുന്ന് അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നുള്ളത്. സംഘാടക സമിതി ചെയർമാൻ അഗ്നേഷ് K, രഘുനാഥ ഷേണായി, ഗണേഷ് വാസ്ത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ ഗണിത ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി നിത്യജീവിതത്തിലെ ഗണിതം പ്രമേയമാക്കി മാനിയ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഡിസംബർ 21 ഗണിതശാസ്ത്ര പ്രദർശനവും പഠനോത്സവവും സംഘടിപ്പിക്കും. പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന എഡ്യൂട്ടോപ്പിയ പഠനോത്സവവും ഇതോടൊപ്പം സംഘടിപ്പിക്കും. ഗണിതശാസ്ത്ര പഠനം ലളിതവും ആകർഷകവുമാക്കി മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, ജിയോമെട്രിക്കൽ ആർട്സ്, നമ്പർ ചാർട്ട്സ്, കളക്ഷൻ എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായിട്ടാണ് പ്രദർശനം നടക്കുകയെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു.
നാസ ഗ്ലെൻ റിസർച്ച് സെൻറ്റർ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ഡോക്ടർ ഇബ്രാഹിം ഖലീൽ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളിലായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന എഡ്യൂട്ടോപ്പിയ പഠനോത്സവം ചന്ദ്രഗിരി സഹോദയ പ്രസിഡന്റ് പി അബ്ദുല്ല കുഞ്ഞിയും ഉദ്ഘാടനം ചെയ്യും. സ്കൂളിലെ പ്രൈമറി മിഡിൽ വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒരുപോലെ പങ്കെടുക്കുന്ന പ്രസ്തുത പരിപാടി ഏറെ വ്യത്യസ്തമായ അനുഭവം നൽകുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. നമ്മൾ സ്കൂളിൽ ഓരോ ക്ലാസ് റൂമിലും പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് വളരെ ലഘുവായിട്ട് സിമ്പിളായിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഓരോ കോൺസെപ്റ്റും കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എവറി ഡേ ദ ക്ലാസ് റൂംസ് ആർ ബീങ് ദ ലേണിംഗ് ഈസ് ബീൻ ഡൺ ത്രൂ വേരിയസ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്. അപ്പോൾ അത് പാരൻസിനും വരുന്ന ഈ പ്രദർശനം കാണാൻ വരുന്ന ആൾക്കാർക്കും എങ്ങനെയാണ് കുട്ടികളായ സ്വയം അവർ തന്നെ മൊഡ്യൂൾസ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റേഷൻ ചെയ്യുന്നതാണ് ഈ ഒരു എക്സിബിഷനിലൂടെ നമ്മൾ ദ കോൺസെപ്റ്റ് ഹൗ വി ആർ ഗോയിങ് ടു ഡു വിത്ത് ദിസ്. സ്കൂൾ പ്രിൻസിപ്പൽ ഖദീജ CH, കോർഡിനേറ്റർമാരായ ജസീറ, തസ്നീം Y, B, ഫഹീമ ഷെരീഫ്, സ്കൂൾ അധ്യാപകരായ സവിത ഡിസൂസ, മനോജ് കുമാർ P തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും ബാലബോധിനിയുടെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച AK നാരായണനെ അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം അനുസ്മരിച്ചു. അനുസ്മരണ പരിപാടി CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. C ശശിധരൻ അധ്യക്ഷത വഹിച്ചു. AK ആൽബർട്ട് സ്വാഗതം പറഞ്ഞു. P അപ്പുക്കുട്ടൻ, KV സുജാത, M രാഘവൻ, M സേതു, AK നാരായണന്റെ സഹധർമ്മിണി ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. രസിക് AK നന്ദിയും പറഞ്ഞു. അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ടൗൺ ലയൺസ് ക്ലബ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരിയ ടൗൺ ലയൺസ് ക്ലബ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ നൽകി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് അബ്ദുള്ള ഷാഫി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ വിശ്വംഭരൻ KV സ്വാഗതവും സപ്ന ടീച്ചർ നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർ T രാമകൃഷ്ണൻ നായർ, PTA പ്രസിഡന്റ് സത്യൻ മഠത്തിൽ, SMC ചെയർമാൻ ശശിധരൻ C, പ്രധാനാധ്യാപിക സുമതി, ലയൺസ് ക്ലബ് സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ, ട്രഷറർ കരുണാകരൻ എന്നിവരും ക്ലബ്ബ് ഭാരവാഹികളും ക്ലബ്ബ് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇസ്രായേലിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 3 യുവാക്കളിൽ നിന്നും പണം തട്ടിയതായി പരാതി. നിരവധി പേർ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ചതിയിൽ കുടുങ്ങിയതായും സംശയം. സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ടാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. പ്രസ്താവന സ്വകാര്യ ബസ്സുകളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നതാണെന്നും അസോസിയേഷൻ. കാസർകോട്ട് 16-കാരിയെ ആക്രമിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം പൊക്കി പോലീസ്. നെക്രാജെ നെല്ലിക്കട്ട ലക്ഷം വീട് കോളനിയിലെ PM നവാസാണ് അറസ്റ്റിലായത്. കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കാസർകോട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കാസർകോട് പട്ലയിൽ വോളിബോൾ ആരവങ്ങൾ ഉയരുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. പട്ല കൂട്ടായ്മയുടെ SA അബ്ദുള്ള മെമ്മോറിയൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് 28-ന്. മല്ലികാർജുന ക്ഷേത്രത്തിൽ നടന്ന കോടി പഞ്ചാക്ഷരി ജപയജ്ഞവും ശ്രീചക്രപൂജയും കാസർഗോഡിനെ ഭക്തിസാന്ദ്രമാക്കി. ഒഴുകിയെത്തിയത് ഭക്തസഹസ്രങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.